എന്തായാലും ആവശ്യമില്ലാത്ത ഒരു സംഭവമായിരുന്നത്. ഒരു കാരണവശാലും മേയറും എം.എൽ.എയും ഡയറക്റ്റായിട്ട് ആ ആളുമായിട്ട് തർക്കിക്കുകയോ ഉപദ്രവിക്കാൻ പോവുകയോ അടിക്കുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ, മേയറല്ലേ, കൃത്യമായിട്ട് പോലീസ് വരും അവിടെ ഇൻ്റർഫിയർ ചെയ്യും. അവർ തന്നെ നിയമം കയ്യിലെടുത്ത് ശരിയായില്ല. അതുകൊണ്ടാണ് യദുകൃഷ്ണൻ ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും സത്യസന്ധമായ ഒരു അന്വേഷണം ഇതിനകത്ത് നടക്കണമെങ്കിൽ പോലീസ് ഇപ്പം ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന കേസും പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കേസും ഒരു റീ ഇൻവെസ്റ്റിഗേഷന് ഹൈക്കോടതി പോയി ഉത്തരവ് വാങ്ങിച്ചിട്ട് ഈ രണ്ട് കേസും ഒരു അന്വേഷണം കൃത്യമായി നടത്തിയെങ്കിൽ മാത്രമേ നീതി ലഭിക്കുകയുള്ളൂ. ആരാണ് കുറ്റക്കാർ, ആരാണ് തെറ്റുകാർ എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടുപിടിക്കട്ടെ. അതുകൊണ്ട് ഹൈക്കോടതിയിലെ ഒരു റിട്ട് കൊടുത്തിട്ട് ഒരു ഡയറക്ഷൻ വാങ്ങിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഡ്രൈവർക്കെതിരായിട്ടുള്ള കേസ് ട്രയൽ ഫേസ് ചെയ്യണം. ഇയാൾ കൊടുത്ത കേസിനകത്ത് 5 പേരെയും പ്രതിയാക്കി കോടതി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടും കൂടെ ജോയിൻറ്റ് ട്രയൽ നടത്താം. നീതി ലഭിക്കും യദുവിന് എന്നാണ് ഞാൻ കരുതുന്നത്.